വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 16-ാം തിരുവചനം. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സക്കറിയായോട് മലാഖ വീണ്ടും അരുളി ചെയ്യുന്നത് ജനിക്കാൻ പോകുന്ന സന്തതിയായ സ്നാപക യോഹന്നാൻ ഇസ്രായേൽ മക്കളിൽ അനേകം പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരും. അവരുടെ ദൈവമായ കർത്താവ് ഈശോയാണ്. ഈ പഴയ നിയമസഭയിൽ വളരെ പേരെ യേശുവിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, സത്യ ദൈവ വിശ്വാസത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ സ്നാപക യോഹന്നാൻ നിയുക്തനാണ്. നാം എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്നാൽ, ഒരുവൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവമായ കർത്താവിന് അവനെക്കുറിച്ചുള്ള പദ്ധതികളുണ്ട്. സ്നാപക യോഹന്നാനെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, അവൻ ഭൂമിയിൽ എന്ത് ഉദ്യമത്തിനു വേണ്ടി, എന്ത് ദൗത്യത്തിനു വേണ്ടിയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യപ്പെടുന്നത് എന്ന് ഇവിടെ വിവരിക്കുകയാണ്. സ്നാപക യോഹന്നാനെ പറ്റിയുള്ള ദൈവിക പദ്ധതി അനേകം ആളുകളെ, ഇസ്രായേൽ മക്കളിൽ അനേകം ആളുകളെ യേശുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സ്നാപക യോഹന്നാന്റെ ദൗത്യം. അതാണ് ദൈവത്തിന് അവനെ പറ്റിയുള്ള പദ്ധതി. പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരെ പറ്റിയും ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്നാൽ ആ പദ്ധതി നിറവേറ്റപ്പെടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തോട്, ദൈവിക പദ്ധതികളോട് നാം സഹകരിക്കുന്നത്. അതെന്ത് തന്നെയായാലും അത് സ്വീകരിക്കുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. എന്നാൽ മാനുഷിക സാഹചര്യങ്ങളിൽ സകല മനുഷ്യർക്കും അവരുടെ മക്കളെ പറ്റി അല്ലെങ്കിൽ മാനുഷികമായ പല പദ്ധതികളും കാണും. ഈ പദ്ധതികൾ ദൈവ പദ്ധതിക്ക് എതിരാകുമ്പോൾ നാം സങ്കടത്തിലും ദുഃഖത്തിലുമാകുന്നു. ദൈവിക പദ്ധതിയാണ് നടക്കേണ്ടത്. കർത്താവിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ തകർച്ചകളും ദുഃഖങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. ദൈവിക പദ്ധതി പലപ്പോഴും വെളിപ്പെട്ടുകൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവിക പദ്ധതി വെളിപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. വെളിപ്പെടുത്തപ്പെടുന്നില്ല എങ്കിൽ പോലും, ദൈവമേ, ഞങ്ങൾക്കറിയില്ലാത്തതും എന്നാൽ അങ്ങേക്ക് വ്യക്തതയുള്ളതുമായ അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ, ഞങ്ങളുടെ മക്കളില്, തലമുറകളില് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. സ്നാപക യോഹന്നാനാകട്ടെ ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത് എന്താണ്? അനുതപിക്കുക, അണലി സന്തതികളെ അനുതപിക്കുക. ചില പ്രവൃത്തികൾ പറയുന്നു. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക, ഭക്ഷണം അപ്രകാരം ചെയ്യുക, ജോലിക്കാര് അവര് കൈക്കൂലി വാങ്ങരുത്, അവര് ശമ്പളത്തിൽ നിന്നും തൃപ്തിപ്പെടണം, പട്ടാളക്കാർ, അധികാരികള് ആളുകളെ ഭീഷണിപ്പെടുത്തരുത്. ഇങ്ങനെ ചില ധാർമ്മിക മൂല്യങ്ങളെ മനുഷ്യരുടെ മുന്നിൽ വെക്കുകയും യേശുവിലേക്ക്, ഈ മനുഷ്യരെ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെ പറ്റിയും നമ്മുടെ മക്കളെ പറ്റിയും നമ്മുടെ കുടുംബത്തിൽ ജനിച്ചു വളരാനിരിക്കുന്ന തലമുറകളെ പറ്റിയും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന് ഒരു പദ്ധതിയുണ്ട്, ഒരു നിയോഗമുണ്ട്. അത് നിറവേറാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്യാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.